Hi dears, welcome back to Jufix Academy. തമ്മിലുള്ളതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇഗ്നോയുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് പ്രൊജക്റ്റ് ഉള്ളത്, എങ്ങനെ നമ്മൾ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം, എങ്ങനെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, പ്രൊജക്റ്റ് എന്തെല്ലാം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ MBA, MCOM, BBA തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ കോഴ്സിന് പ്രൊജക്റ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പ്രൊജക്റ്റ് നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. MCOM, MA ഇംഗ്ലീഷ്, BCOM, BA, BA സോഷ്യോളജി തുടങ്ങിയ കോഴ്സുകൾക്കൊന്നും പ്രൊജക്റ്റ് ഇല്ല. പകരം MBA അതുപോലെ തന്നെ MBA MCOMനുണ്ട് കേട്ടോ. MCOM അതുപോലെ BBA പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് പ്രൊജക്റ്റ് ഗൈഡ് ലൈൻസ് എന്നാണ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൽ കൃത്യമായിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്, ടോപ്പിക്സ് ഏതൊക്കെ തിരഞ്ഞെടുക്കാൻ, സബ്മിഷൻ എങ്ങനെയാണ് സബ്മിഷൻ ചെയ്യേണ്ട റൂൾസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം രജിസ്ട്രേഷൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഫീ കൂടി അടക്കണം. 400 രൂപയാണ് ഫീസ് വരുന്നത്. അത് മിക്കവാറും MCOMൻ്റെയും MBAയുടെയും ഒക്കെ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന കൂടെയാണ് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. 400 രൂപയാണ് ഫീസ് വരുന്നത്. ഒരിക്കൽ നിങ്ങൾ പ്രൊജക്റ്റിന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒറ്റത്തവണ മാത്രമേ പ്രൊജക്റ്റിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് BBA കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഇയർ വൈസ് പ്രോഗ്രാംസിൻ്റെ അല്ലെങ്കിൽ 3 ഇയർ പ്രോഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും അത് 5th സെമസ്റ്ററിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ടോപ്പിക്സ് നിങ്ങളെ സബ്ജക്റ്റ് ലിസ്റ്റ് കാണിക്കും. അതിൽ പ്രൊജക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനുള്ള ഫീ കൂടി പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം, സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഫോർ എക്സാമ്പിൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്റ്റഡി, ഫൈനാൻസ് ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, HR ആണ് എംപ്ലോയി മോട്ടിവേഷൻ സ്റ്റഡി. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഈസിലി ആയിട്ട് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ഗൈഡിനെ തപ്പിയെടുക്കുക എന്നുള്ളതാണ്. സ്വന്തം റിസ്കിലാണ് അത് ഗൈഡിനെ തപ്പിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗൈഡിനെ തപ്പിയെടുത്താൽ ആ ഗൈഡാണ് നിങ്ങൾക്ക് ഇതിനുള്ള ഈ ഒരു സിനോപ്സിസ് നിങ്ങളെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സിനോപ്സിസ് നിങ്ങൾ റീജിയൻ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ, അതിൻ്റെ സീല്, മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ സൂപ്പർവിഷനൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഗൈഡായിരിക്കും. അപ്പോൾ ഗൈഡിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ബയോ വേണം, അവരുടെ സീല് വേണം, എല്ലാം വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങൾ റീജിയൻ സെൻറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ടൈറ്റിൽ അതിൻ്റെ ഒരു ഓപ്ഷൻസ് ആണ്. ടൈറ്റിൽ വേണം, ഒബ്ജക്റ്റീവ്സ് വേണം, അതിൻ്റെ മെത്തഡോളജി വേണം, അതുപോലെ തന്നെ നമ്മുടെ ഗൈഡിൻ്റെ ഡീറ്റെയിൽസ് വേണം അതിൻ്റെ കൂടെ. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സിനോപ്സിസ് തയ്യാറാക്കി അറ്റാച്ച് ചെയ്തിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, റീജിയൻ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് സിനോപ്സിസ് എന്ന് സംശയം ഉണ്ടാവും. അതൊരു മിനി പ്ലാനാണ്. നിങ്ങളെ പ്രൊജക്റ്റുമായി എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മിനി പ്ലാനാണ്. അതായത് ഇതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം, ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, റിസർച്ച് മെത്തഡോളജി, സാമ്പിൾ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്തിട്ട് അതിന് അപ്രൂവൽ വാങ്ങിക്കണം. ഈ അപ്രൂവൽ നിങ്ങൾക്ക് ഓരോ റീജിയൻ സെൻറ്ററിനെ അടിസ്ഥാനമാക്കിയിട്ട് അപ്രൂവൽ കിട്ടാൻ വൈകുന്നതും നേരത്തെ കിട്ടുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലതൊക്കെ 6 മാസം വരെ വെയിറ്റ് ചെയ്യണം, ചിലതൊക്കെ 1, 2, 3 മാസം കൊണ്ട് ലഭിക്കുന്നതുണ്ട്. അത് ഓരോ റീജിയൻ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി പറയാൻ പോകുന്നത് നിങ്ങളെങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതൊരു എക്സാമ്പിളാണ്. നിങ്ങളെ പ്രൊജക്റ്റിൻ്റെ ഹാൻഡ് ബുക്കിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓരോ ഹാൻഡ് ബുക്കും വ്യത്യസ്തമായിരിക്കും ഓരോ കോഴ്സിൻ്റെയും. ഇതൊരു കോമൺ ആയിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ.
പ്രൈമറി ഡാറ്റ ക്വസ്റ്റ്യനർ ആൻഡ് ഇൻ്റർവ്യൂവിലാണ് അത് കളക്ട് ചെയ്യേണ്ടത്. സെക്കൻഡറി ഡാറ്റ ബുക്സിൽ നിന്ന്, വെബ്സൈറ്റ്, മറ്റ് റിസോഴ്സുകളിൽ നിന്നാണ് അത് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ പ്രൊജക്റ്റിൻ്റെ അകത്ത് എന്തെല്ലാം വേണം? ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ വേണ്ട, അതിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റഡി മനസ്സിലായല്ലോ, ഒബ്ജക്റ്റീവ്സ് വേണം, അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ 2, പ്രീവിയസ് സ്റ്റഡീസ്, അതുപോലെ റിസർച്ച് മെത്തഡോളജി, ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്, ഡാറ്റ അനലൈസിസ്, ചാർട്ട്സ്, ടേബിൾസ്, ദെൻ ലാസ്റ്റ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ, സമ്മറി ആൻഡ് സജഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊജക്റ്റിനകത്ത് നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടി വരിക കേട്ടോ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന്. A4 സൈസ് പേപ്പറിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്, എഴുതിയിട്ടല്ല, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഫോണ്ട് ഇതൊരു കോമൺ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ല ഹാൻഡ് ബുക്കിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ടൈംസ് ന്യൂ റോമനാണ് ഇപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് പറയുന്നത്. സൈസ് ഫോണ്ട് സൈസ് 12 ആണ്, ലെൻസ് സ്പേസ് 1.5 ആണ് കേട്ടോ. ഓക്കെ, വൺസ് അഗെയിൻ എന്തൊക്കെയാണ് വേണ്ടത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കാര്യങ്ങൾ? കവർ പേജ് വേണം, ലാസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പേജസ് ആണ്. കവർ പേജ് വേണം, സർട്ടിഫിക്കറ്റ് വേണം, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തതെന്നുള്ളത് ഗൈഡിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം, സർട്ടിഫൈ ചെയ്തിട്ട്, അതുപോലെ അതിൻ്റെ ഡിക്ലറേഷൻ വേണം, അക്നോളജ്മെൻറ്റ് വേണം, ഇൻഡെക്സ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സ്പൈറൽ ബൈൻഡിങ് ഓർ സോഫ്റ്റ് ബൈൻഡിങ്. സ്പൈറൽ ബൈൻഡിങ് ചെയ്തോ അല്ലെങ്കിൽ സോഫ്റ്റ് ബൈൻഡിങ് ചെയ്തിട്ടോ എന്തായാലും ബൈൻഡ് ചെയ്തിട്ടാണ് നിങ്ങളത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടത്. യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്, ഡൽഹിയിലേക്ക്. അങ്ങനെ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ ഇങ്ങനെയാണ് നിങ്ങളെ ഗൈഡ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രേഡ് കാർഡിൽ അത് നിങ്ങൾക്ക് ഈ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആവുന്നത് പോലെ തന്നെ ആവും. പക്ഷേ മാക്സിമം ഒരു 3 to 6 മാസം പിടിക്കും അതിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ട് വരാൻ. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവുന്നതാണ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്തോളൂ. ഓക്കെ, അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ്.